ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേഗം അലക്കിയിട്ട അവയ്ക്ക് വേഗം അത് സ്പ്രേ കഥയാണ് ഇപ്പൊ ഇവിടെ പറയട്ടെ. നല്ലതാണ് നല്ലതാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ല കേട്ടോ, വേറെ ആർക്കും കൊണ്ടുവന്നില്ല. അത് എടുത്തോ, എനിക്ക് അടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. ആ പോയി അലക്കിയിട്. വാഷിംഗ് മെഷീനിൽ അലക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നത്. അതലക്കല്ലേ അതലക്കല്ലേ, അത് ജാക്കറ്റ് ഇത്രേ ഉള്ളു. കൊണ്ടുപോയി അലക്കിയിട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും നമ്മുടെ ഇറച്ചിക്കറി ആയിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചത് ഇന്നലത്തെ പൊറോട്ട ചൂടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആണ് വീഡിയോ എടുത്തത്. ഉച്ചക്കത്തെ ചോറിനാണ്. നല്ല ബീഫുണ്ട്, അതുപോലെ തന്നെ നല്ല മോരുകറിയുണ്ട്. വേറെ മീൻ വറുത്തോ അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് രണ്ടും മാത്രം മതി, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി. ഫുഡൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ചേട്ടനും ചേച്ചിയും കൂടെ വന്നിട്ട് പറഞ്ഞത് നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയി. അതിനുശേഷമാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ ഡ്രസ്സെല്ലാം അലക്കിയിട്ടേക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഗൈസ്? അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഡ്രസ്സെല്ലാം അലക്കിയിടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാനാണെങ്കിൽ എന്നിട്ട് പിന്നെ അലമാരി മുഴുവൻ അരിച്ച് പെറുക്കിയിട്ടാണ് ഒരു ഡ്രസ്സ് കിട്ടിയത്. അതെൻ്റെ ഒരു പഴയ ഒരു ഡ്രസ്സായിരുന്നു. എന്നിട്ട് പിന്നെ അതിട്ടിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ സിനിമയ്ക്ക് പോയത്. അപ്പോൾ ഏറ്റുമാനൂർ UGM-ലാണ് കേട്ടോ സിനിമയ്ക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾ ആദ്യം മേടിച്ചത് പോപ്കോൺ ആണ് കേട്ടോ. ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പോയത് കൽക്കിയാണ് കേട്ടോ. അപ്പോൾ കൽക്കിയുടെ മലയാളം വെർഷൻ ആയിരുന്നു. ഡബ്ബ് മലയാളം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു കേട്ടോ, നല്ല ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെയും കണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആയിരുന്നു. പ്രഭാസൊക്കെ നല്ല വെറുപ്പിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അടിപൊളി റിവ്യൂ ആണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്ത് മാങ്ങാത്തൊല്ലി ഇരുന്നിട്ടാണ് ഇത്രയും അടിപൊളി റിവ്യൂ ഒക്കെ പറയുന്നത് എന്നുള്ളത്. ഇനി മേ ബി മലയാളം ഡബ്ബ് കണ്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ഇച്ചിരി വിയേർഡായിട്ട് തോന്നിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പെട്ടി വന്നിട്ടുണ്ട്. ഇത് വേറെ പെട്ടിയൊന്നുമല്ല, ഇത് പർപ്പിളിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപ്പോൾ ആ സാധനങ്ങളെല്ലാം വന്ന പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് ഈ സാധനമായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്ത സംഭവം കേട്ടോ, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. അപ്പോൾ അതിൻ്റെ തന്നെ റീഫിൽ ബോട്ടിലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ സാധനം മാറിപ്പോയി. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ. എന്തായാലും നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് മാമായത്തിൻ്റെ അലോവേര ജെല്ലാണ്. മാമായത്തിൻ്റെ അലോവേര ജെല്ലും ഈ ഒരു സംഭവം ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണ്, ഇത് എൻ്റെ ഉള്ളതാണ്. അപ്പോൾ ഇത് സംഭവം അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പർച്ചേസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ മേടിച്ചത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ്. ഇതിൻ്റെ വേറൊരു സംഭവം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് ഇത്. നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ 100% പ്യുവർ ഇൻസ്റ്റാ ഗ്ലോ പൗഡർ. അതായത് നമ്മുടെ എന്താടാ ഒരു ഫേസ് മാസ്ക് ആണ് ഇത്. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. നമ്മളത് ഫൈനലി മേടിച്ചു. പിന്നെ നമ്മൾ മേടിച്ചത് മെയിനായിട്ട് നമ്മുടെ കോസാറക്സിൻ്റെ ഇത് സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ. കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇതിനെ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, അതായത് 1400 സംതിങ് എന്തോ ആണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു സംഭവം മേടിച്ചു. ഇതാണ് കേട്ടോ ഐറ്റം. എനിക്കൊരു പ്രീമിയം പാക്കിംഗ് ഒക്കെയാണ്, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഡെർംഡോക്കിൻ്റെ ഒരു 2% സാലിസിലിക് ആസിഡ് ഫേസ് ജെല്ലാണ്. ഈ ഒരു സംഭവം ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇത് മേടിച്ചു. ഇനി കുറേ ഐറ്റംസ് മേടിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇത് മൂന്നും അന്നേരം ഇത്രയും സാധനം മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് പർപ്പിളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു 3 ഐറ്റം. ഇതൊന്ന് മാമായത്തിൻ്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് ആണ്.
ഈ ഒരു സംഭവം നമുക്ക് ഫ്രീ കിട്ടിയതാണ്. പിന്നെ കിട്ടിയത് ആൽപ്സ് ഗുഡ്നസിന്റെ ഒരു റോസ് വാട്ടർ ആണ്. ഇതും അടിപൊളി സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് അക്വലോജിക്കയുടെ ഒരു ഇതൊരു ഫേസ് വാഷ് ആണ്. ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് ഇതെന്താണ് ഐറ്റം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ പേര് ഞാൻ നോക്കട്ടെ, എന്തോ പപ്പായ പ്ലസ് വൈറ്റമിൻ സി ഇതാണ്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഉടനെ ഇടാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ, അതായത് അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ എൻ്റെ വ്ളോഗിലായിരിക്കും ഉൾപ്പെടുത്തുക. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ കൈൻഡ് ഓഫ് വീഡിയോ, പ്രോഡക്റ്റിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാം കൂടെ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടാം. ഉടനെ അല്ല, ഇത് യൂസ് ചെയ്തിട്ടിടാം. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ വ്ളോഗിന്റെ ബാക്കി കാണുക. സിനിമ കുറച്ച് കൂടുതൽ അടിപൊളിയായതുകൊണ്ടാണോ എന്നറിയത്തില്ല, എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡെങ്കിലും നല്ല രീതിക്ക് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അൽഫാം മന്തി പാഴ്സൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ ചേച്ചിയുടെയും കൂടെ കല്യാണത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അത് പ്ലേ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരെ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കോമഡിയാണ് കേട്ടോ ഈ കല്യാണ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.